പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചാരയും പിന്നെ മറ്റ് പലതരത്തിലുള്ള കളറും വെച്ചുകൊണ്ട് കളർ പുക ഉണ്ടാക്കുന്ന പല വീഡിയോകളും യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൽ ബഹുഭൂരിപക്ഷവും ഫേക്ക് വീഡിയോസാണ്. ഒരു കാരണവശാലും പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചാരയും വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കളർ പുക സൃഷ്ടിക്കാൻ കഴിയുകയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചാരയും തീ കത്തുമ്പോൾ അതിശക്തമായ ചൂടാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല കട്ടുത്ത വെളുത്ത പുകയും ഉണ്ടാകും. നിങ്ങൾക്ക് വെള്ള പുക വരുന്ന ഒരു സ്മോക്ക് ബോംബ് ഉണ്ടാക്കണമെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചാരയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചാരയും ഇട്ട് ചൂടാക്കി അതിൽ ക്രയോൺ ചേർത്താൽ ഒരു കാരണവശാലും കളർ പുക ഉണ്ടാവുകയില്ല. ഇനി മറ്റ് ചില വീഡിയോയിൽ കാണിക്കുന്ന കണക്ക് പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചാരയും ഇൻഡസ്ട്രിയൽ ഡൈ അല്ലെങ്കിൽ ഓർഗാനിക് ഡൈ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയ തോതിൽ കളർ പുകയുടെ ചെറിയ അംശങ്ങൾ കണ്ടേക്കാം. പക്ഷേ ഒരു കാരണവശാലും നല്ല രീതിയിൽ കട്ടിക്ക് കറുത്ത കളർ പുക വരികയില്ല. പകരം വെളുത്ത പുകയായിരിക്കും ഇതുപോലെ വരുന്നത്. പക്ഷേ ഇതേ പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചാരയും വെച്ചുകൊണ്ട് തന്നെ ഏകദേശം മോശമല്ലാത്ത രീതിയിൽ കടുത്ത കളർ പുക ഉണ്ടാക്കാൻ കഴിയും. അത് പക്ഷേ സാധാരണ മറ്റ് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കത്തിക്കുന്നു. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ആദ്യമായി നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് വേണം. പൊട്ടാസ്യം നൈട്രേറ്റും പിന്നെ ഇതുപോലെ പഞ്ചാരയും പിന്നെ ഓർഗാനിക് ഡൈയും വേണം. സാധാ ഒരു നിറവും വർക്കാവില്ല. ഓർഗാനിക് ഡൈ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡൈ അല്ലെങ്കിൽ തുണിക്ക് നിറം കൊടുക്കുന്ന ഡൈ അത് തന്നെ വേണം. പഞ്ചാരയും പൊട്ടാസ്യം നൈട്രേറ്റും ഏകദേശം തുല്യ അളവിൽ വെള്ളത്തിലിട്ട് ലയിപ്പിക്കുക. അതിനുശേഷം അതിൽ പേപ്പർ നന്നായി ലയിപ്പിച്ചതിന് ശേഷം പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും എടുത്ത് അത് കുതിർക്കുക. നല്ല രീതിയിൽ പേപ്പർ ഈ ലായനിയിൽ കുതിർത്തതിന് ശേഷം ഉണക്കാൻ വയ്ക്കുക. നല്ല കട്ടിപ്പുക വരണമെങ്കിൽ ഒന്നിൽ കൂടുതൽ, അതായത് ഒരുപാട് പേപ്പറുകൾ ഇതുപോലെ കുതിർത്ത പേപ്പറുകൾ നമുക്ക് ഉണ്ടെങ്കിലേ പറ്റൂ. ഒരു പേപ്പർ കൊണ്ട് ഒരിക്കലും നല്ല രീതിയിൽ പുക വരില്ല. ഇങ്ങനെ ചെയ്താൽ പേപ്പർ തീ കെടാതെ എരിയുന്ന ഒരു സ്വഭാവം കിട്ടും. പേപ്പറിന് പുകഞ്ഞ് എരിഞ്ഞുകൊണ്ടിരിക്കും. ചെറിയ പുകയെ അതിൽ വെള്ളപ്പുക വളരെ കുറവായിരിക്കും. ഈ പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചാരയും കത്തി ഉണ്ടാകുന്ന വെള്ളപ്പുക ഒഴിവാക്കാനാണ് ഈ രീതി നമ്മൾ ചെയ്യുന്നത്. ഇനി ഓർഗാനിക് ഡൈ എടുത്ത് അതൊരു വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഈ പേപ്പറിലേക്ക് ഇതുപോലെ തേച്ച് ഉണക്കുക. വീണ്ടും ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ഈ പൊട്ടാസ്യം നൈട്രേറ്റ് പഞ്ചാരയും കത്തുമ്പോഴുള്ള ചൂട് കുറയ്ക്കുകയും അത് കത്തുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയും പകരം ഇൻഡസ്ട്രിയൽ ഡൈ അല്ലെങ്കിൽ ഓർഗാനിക് ഡൈ കളർ പുകയായി മാറാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയുമാണ് ഈ രീതിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഓർഗാനിക് ഡൈയുടെ പേര് റൊഡാമിൻ ബി എന്നാണ്. ഇത് ചില നഗര സിറ്റികളിലെ കെമിക്കൽ ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്നതാണ്. ഇതുപോലെ തെച്ചതിന് ശേഷം ഉണങ്ങിക്കഴിഞ്ഞു. ഉണങ്ങിയ പേപ്പർ നിങ്ങൾ കത്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കളർ സ്മോക്ക് ഇതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ട് കാണാം. കളർ പുക ഉണ്ടാക്കാൻ നമുക്ക് സാധാ കളറൊന്നും ഉപയോഗിച്ചാൽ പറ്റില്ല. ഈ വാങ്ങുന്ന സാധാ കളർ പൊടിയോ ക്രയോണോ ഫുഡ് കളറോ ഒന്നും ഒരിക്കലും കളർ പുക ഉണ്ടാക്കുകയില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന വീഡിയോകളെല്ലാം കള്ളത്തരങ്ങളാണ്. ഫേക്ക് വീഡിയോസ് കൂടാൻ കാരണം ഈ ഓർഗാനിക് ഡൈ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡൈ പിന്നെ ഇതിനുപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രാസവസ്തുവായ പൊട്ടാസ്യം പെർക്ലോറേറ്റ് എന്നീ രാസവസ്തുക്കളുടെ അഭാവം കൊണ്ടാണ്. മിക്ക രാജ്യങ്ങളിലും പൊട്ടാസ്യം പെർക്ലോറേറ്റ് നിരോധിച്ചിരിക്കുന്ന ഒരു കെമിക്കലാണ്. പൊട്ടാസ്യം പെർക്ലോറേറ്റ് നിരോധിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് പറഞ്ഞാൽ അത് അനധികൃതമായി പടക്ക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു കെമിക്കലാണ്. ഇനി നിറം തേച്ച പേപ്പറുകളെല്ലാം ഒന്നിച്ച് ചുരുട്ടിയെടുക്കുക. അതിനുശേഷം ടേപ്പ് ഒട്ടിച്ച് ഒരു കുഴൽ രൂപത്തിലാക്കി എടുത്താൽ നമുക്കത് കത്തിക്കാം. ഇങ്ങനെ ചെയ്താൽ മാത്രമേ പൊട്ടാസ്യം നൈട്രേറ്റിൽ പഞ്ചാരയും ഉപയോഗിച്ച് കളർ സ്മോക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഈ രീതി മാത്രമേ വർക്കാവുകയുള്ളൂ. ബാക്കിയുള്ള രീതി മിക്കതും ഫേക്കാണ്.
വർക്കാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കൂടുതൽ രസതന്ത്രപരമായ വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീണ്ടും കാണാം.